എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഒരു വലിയ അസുഖമോ അപകടമോ വന്നാൽ നമ്മുടെ ആയുഷ്കാല സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവും അല്ലേ? അത് വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ്. അത് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു ദുർസ്വപ്നം കൂടിയാണ്. എന്നാൽ 2026 നിങ്ങളെയും കുടുംബത്തെയും സാമ്പത്തിക തകർച്ചയിൽ നിന്ന് സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ കൈവശം ശക്തമായ 6 സുരക്ഷാ കവചങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വെറും 456 രൂപയ്ക്ക് 4 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് മുതൽ 70 വയസ്സ് കഴിഞ്ഞ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ വരെ ഇന്ന് ലഭ്യമാണ് നമ്മുടെ രാജ്യത്ത്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഓരോ സാധാരണക്കാരനും അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ആ 6 പ്രധാന സർക്കാർ പദ്ധതികളെക്കുറിച്ച് ഒരു കഥ പോലെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക, കാരണം ഇതിൽ പറയുന്ന ഓരോ കാര്യവും നാളെ നിങ്ങളുടെ കുടുംബത്തിന് ഒരു സഹായമായി മാറിയേക്കാം. ഒന്നാമതായി, പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY. നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു ബാങ്ക് അക്കൗണ്ടിലൂടെയാണ്. ഇൻഷുറൻസും പെൻഷനും കിട്ടണമെങ്കിൽ ആദ്യം നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണമല്ലോ, അല്ലേ? അതിനാണ് 2014 സർക്കാർ ജൻധൻ യോജന തുടങ്ങിയത്. 2026 ഇത് സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ ബാങ്കിംഗ് പദ്ധതിയാണ്. അതായത് മിനിമം ബാലൻസ് ആവശ്യമില്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ടാണിത്. ഇതിൽ നിന്ന് സൗജന്യമായി കിട്ടുന്ന റുപേ കാർഡിനൊപ്പം 2 ലക്ഷം രൂപയുടെ അപകട മരണ ഇൻഷുറൻസ് തികച്ചും ഫ്രീ ആയി കിട്ടും. അതുമാത്രമല്ല, കൃത്യമായി അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ബാങ്കിൽ നിന്ന് 10,000 രൂപ വരെ ഓവർ ഡ്രാഫ്റ്റായും ലഭിക്കും. നിങ്ങളുടെ അടുത്തുള്ള ഏത് പോസ്റ്റ് ഓഫീസിലും ബാങ്കിലും ആധാർ കാർഡുമായി ചെന്നാൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇൻഷുറൻസ് ലോകത്തെ ഇരട്ടകളെക്കുറിച്ചാണ്. ദിവസവും നമ്മൾ ഒരു ചായ കുടിക്കാൻ എത്ര രൂപ ചെലവാക്കും? അത്രയും പോലും വേണ്ട. വർഷത്തിൽ വെറും 456 രൂപ മാറ്റിവെച്ചാൽ 4 ലക്ഷം രൂപയുടെ സാമ്പത്തിക സുരക്ഷ നമ്മുടെ കുടുംബത്തിന് ലഭിക്കും. പദ്ധതി ഇതാണ്: പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന PMJJBY. 18 മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് ചേരാവുന്ന ലൈഫ് ഇൻഷുറൻസ് ആണിത്. ഇതിന് വർഷത്തിൽ വെറും 436 രൂപ മാത്രമാണ് പ്രീമിയം. അസുഖം വന്നോ, സ്വാഭാവികമായോ അല്ലെങ്കിൽ അപകടത്തിലോ നിങ്ങൾക്കൊരു മരണം സംഭവിച്ചാൽ കുടുംബത്തിന് 2 ലക്ഷം രൂപ ലഭിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കണക്ക് കൂടി പറയാം. 2026 കണക്കുകൾ പ്രകാരം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കാണ് രാജ്യത്തിൽ ഈ പദ്ധതിയിലൂടെ ഇൻഷുറൻസ് ക്ലെയിമുകൾ സർക്കാർ തീർപ്പാക്കി കൊടുത്തിരിക്കുന്നത്. അടുത്തത്, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന PMSBY. ഇതൊരു അപകട ഇൻഷുറൻസ് ആണ്. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് ചേരാം. വർഷത്തിൽ വെറും 20 രൂപ മാത്രമാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അപകടമരണം സംഭവിച്ചാലോ പൂർണ്ണമായ അംഗവൈകല്യം വന്നാലോ 2 ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കും. അതായത് ജീവൻ ജ്യോതിയുടെ 436 രൂപയും സുരക്ഷാ ബീമയുടെ 20 രൂപയും ചേർത്താൽ വർഷത്തിൽ 456 രൂപയ്ക്ക് 4 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നിങ്ങൾക്ക് സ്വന്തമാകുന്നു. നിങ്ങളുടെ ജൻധൻ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റിന് നിങ്ങൾ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും മെയ് മാസത്തിൽ ഇത് ഓട്ടോ ഡെബിറ്റായി പൊയ്ക്കൊള്ളും. ഇനി നാലാമത്തെ പദ്ധതി, ആയുഷ്മാൻ ഭാരത് ആൻഡ് കാരുണ്യ പദ്ധതി KASP. അസുഖം വന്നാൽ ഇന്ന് ആശുപത്രി ബില്ലുകൾ താങ്ങാൻ കഴിയില്ല. ഇവിടെയാണ് ആയുഷ്മാൻ ഭാരതും കേരളത്തിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും നമ്മുടെ തുണയ്ക്കായി വരുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ക്യാൻസർ, ഹൃദയ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ കിടത്തി ചികിത്സ സൗജന്യമായി ഇതിലൂടെ ലഭിക്കുന്നു. 2026 ഇതിൽ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ 70 വയസ്സ് കഴിഞ്ഞ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഉണ്ടെങ്കിൽ, സീനിയർ സിറ്റിസൺസ് ഉണ്ടെങ്കിൽ, അവരുടെ വരുമാനം എത്രയാണെങ്കിലും അവർക്ക് മുൻപ് എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും അവർക്കായി ഇപ്പോൾ ആയുഷ്മാൻ വേ വന്ദന കാർഡ് എന്നൊരു പുതിയ കാർഡ് സർക്കാർ നൽകുന്നുണ്ട്. ഇതിലൂടെ കുടുംബത്തിന് കിട്ടുന്ന 5 ലക്ഷത്തിന് പുറമെ ആ 70 വയസ്സ് കഴിഞ്ഞ വ്യക്തിക്ക് വേറെ 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയും ലഭിക്കും. മൊബൈലിലെ ആയുഷ്മാൻ ആപ്പ് വഴി നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് ഇതിനായി അപേക്ഷിക്കാവുന്നതുമാണ്. ഇനി അഞ്ചാമത്തെ പദ്ധതി, വാർദ്ധക്യത്തിലെ സുരക്ഷ APY. അടൽ പെൻഷൻ യോജന എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. വാർദ്ധക്യത്തിൽ സ്വന്തമായി ഒരു വരുമാനം ആർക്കാണ് വേണ്ടാത്തത്? അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണിത്. 18നും 40നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഇതിൽ ചേരാം. നിങ്ങൾ ചേരുന്ന പ്രായം അനുസരിച്ച് എല്ലാ മാസവും ഒരു ചെറിയ തുക ബാങ്കിൽ അടയ്ക്കുക. 60 വയസ്സ് നിങ്ങൾക്ക് പൂർത്തിയായി കഴിയുമ്പോൾ നിങ്ങൾ അടച്ചതനുസരിച്ച് 1000 രൂപ മുതൽ 5000 രൂപ വരെ എല്ലാ മാസവും പെൻഷനായി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ മരണപ്പെട്ടാലോ നിങ്ങളുടെ പങ്കാളിക്ക് ഈ പെൻഷൻ തുടർന്നും ലഭിക്കും. ഈ പദ്ധതിയിൽ ചേരുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 2026 പുതിയ നിയമപ്രകാരം ഇൻകം ടാക്സ് അടയ്ക്കുന്നവർക്ക് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നതല്ല. തികച്ചും അർഹരായ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി നിലകൊള്ളുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് 6ാമത്തെ പദ്ധതിയെക്കുറിച്ചാണ്. പദ്ധതി 6. സ്വന്തമായി ഒരു വീട് ഇപ്പോഴും ഒരു സ്വപ്നമായി അവശേഷിച്ചിരിക്കുന്ന ധാരാളം പേർ നമ്മുടെ കൂടെയില്ലേ? അവർക്കായി പ്രധാനമന്ത്രി ആവാസ് യോജന നഗരം 2.0, PMAYU 2.0 ആൻഡ് ലൈഫ് മിഷൻ. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നമാണ്
ഈ അവസാനത്തെ പദ്ധതിയായി പറയുന്നത്. 2024 സെപ്റ്റംബറിൽ ആരംഭിച്ച് 2029 വരെ നീളുന്ന പുതിയ PMAY 2.0 പദ്ധതി വഴി നിങ്ങൾ വീട് വെക്കാൻ ലോൺ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 8 ലക്ഷം രൂപയ്ക്ക് 4% പലിശ ഇളവ് ലഭിക്കും. ലോൺ നിബന്ധനകൾ പാലിക്കുന്നവർക്ക് പരമാവധി 1,80,000 രൂപ വരെ സബ്സിഡിയായി ലഭിക്കുവാൻ ഇടയുണ്ട്. ഇനി ഭൂമിയില്ലാത്തവരോ ഭവനരഹിതരോ ആണ് നിങ്ങളെങ്കിൽ കേരള സർക്കാരിൻ്റെ ലൈഫ് മിഷൻ നിങ്ങളെ സഹായിക്കും. PMAY പദ്ധതിയുമായി ചേർന്ന് വീട് വെക്കാൻ സ്വന്തമായി ഭൂമിയുള്ള പാവപ്പെട്ടവർക്ക് 4 ലക്ഷം രൂപ വരെ ലൈഫ് മിഷനിലൂടെ സഹായം ലഭിച്ചേക്കാം. സർക്കാർ നിശ്ചയിച്ച അർഹത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് ഈ സബ്സിഡികൾ മുഴുവനും ലഭിക്കുന്നത്. സഹായത്തുക പദ്ധതിയുടെയും വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടേക്കാം. കേരളത്തിലെ ലൈഫ് മിഷന്റെ നടത്തിപ്പിൽ വന്ന അപാകതകളെക്കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് വീഴ്ച പറ്റിയാൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും? ആ പദ്ധതിയെ കുറ്റം പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ പദ്ധതികളെല്ലാം നമ്മുടെ നികുതി പണത്തിൽ നിന്ന് യോഗ്യതയുള്ള പൗരന്മാർക്കായി സർക്കാർ ഒരുക്കിയിട്ടുള്ള ക്ഷേമ പദ്ധതികളാണ്. ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ പോയി ഇന്ന് തന്നെ ഈ പദ്ധതികളെക്കുറിച്ച് അന്വേഷിക്കുകയും നിങ്ങൾക്ക് അനുയോജ്യമായവയിൽ നിങ്ങൾക്ക് ചേരുകയും ചെയ്യാം. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ഇതറിയാൻ വേണ്ടി ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. സംശയങ്ങൾ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇത്തരം കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.